ഇന്നത്തെ വീഡിയോയിൽ കണവ എങ്ങനെയാണ് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യുന്നതെന്ന് നമുക്ക് കാണാം. ഇത് പലർക്കും അറിയില്ല. ഇന്ന് ഇതാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറമേയുള്ള സ്കിന്നാണ് ആദ്യം കളയേണ്ടത്. നമുക്ക് കൈവച്ച് തന്നെ ഇത് ക്ലീൻ ചെയ്യാം. പിന്നെ ഞാൻ കത്തി ഉപയോഗിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഈ കളർ ചേഞ്ചിലുള്ള പോർഷനെല്ലാം ആദ്യം തന്നെ ഇളക്കി കളയാം. എവിടെയൊക്കെ ഈ സ്കിന്നുണ്ടോ അതെല്ലാം നമ്മൾ ക്ലീൻ ചെയ്യണം. ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിൻ്റെ ബോഡി പോർഷനിൽ നിന്ന് സ്കിന്നെല്ലാം മാറ്റുന്നതാണ്. അതിനുശേഷമാണ് തലയൊക്കെ റിമൂവ് ചെയ്ത് മാറ്റുന്നത്. ഇപ്പോൾ ഞാൻ സ്കിന്നെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഈ തല വരുന്ന പോർഷനിൽ കൈ വെച്ചിട്ടൊന്ന് വലിച്ചാൽ മതി. അകത്തുള്ള വേസ്റ്റ് എല്ലാം വെളിയിൽ പോരും. അതുപോലെ തന്നെ സ്കെയിൽ പോലൊരു സംഭവമുണ്ട്, അതും വലിച്ച് കളയേണ്ടതാണ്. കൈ വെച്ചിട്ടോ കത്തി വെച്ചിട്ടോ അകവും ഇതുപോലെ ക്ലീൻ ചെയ്യണം. അകത്തുള്ള വേസ്റ്റ് എല്ലാം ക്ലീൻ ചെയ്യണം. ചിലപ്പോൾ ഈ കണവയുടെ അത് കഴിച്ച മീനുകളും വേസ്റ്റും എല്ലാം ഇതിനുള്ളിൽ കാണും. അതെല്ലാം ക്ലീൻ ചെയ്യേണ്ടതാണ്. അത് കൈ വെച്ചിട്ടായാലും മതി, ഫുള്ള് ക്ലീനായിട്ട് പൊക്കോളും. ഇനി ഈ കണവയുടെ തല ക്ലീൻ ചെയ്ത് അതിൽ നിന്നും കുറച്ച് പോർഷൻ എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ കളഞ്ഞ സ്കിന്നില്ലേ, അതുപോലെ തന്നെ ഈ തലയിലും സ്കിന്നുണ്ട്. അതും നല്ലതുപോലെ റിമൂവ് ചെയ്യണം. പക്ഷേ മറ്റേതിനേക്കാൾ പാടായി ഇതിനകത്ത് തലയിലേക്ക് സ്കിന്ന് പോകാൻ. അതും നല്ലതുപോലെ കളയണം. അതിനുശേഷം അതിൻ്റെ തലയുടെ ഭാഗത്ത് ബോൾ പോലൊരു പോർഷനുണ്ട്, അതും കളയണം. പിന്നെ തലയിൽ മഷി പോലൊരു പോർഷനുണ്ട്, അതും എടുത്ത് കളയണം. എന്നിട്ട് നീളത്തിൽ വാല് പോലെയുള്ള പോർഷനെല്ലാം കട്ട് ചെയ്ത് കളയണം. ഇനി ഈ കണവ എടുത്തിട്ട് പൈപ്പ് നന്നായി തുറന്ന് ആ വെള്ളം അകത്തോട്ട് ഈ കാണുന്നത് പോലെ ഒഴിച്ച് ക്ലീൻ ചെയ്യുകയാണ് പതിവ്. അപ്പോൾ അകത്തുള്ള വേസ്റ്റ് എല്ലാം ഫുള്ള് പൊക്കോളും. പിന്നെ ഇത്രയേ ഉള്ളൂ ക്ലീനിങ് എന്ന് പറയുന്നത്. നല്ലതുപോലെ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് എങ്ങനെയാണോ കട്ട് ചെയ്തെടുക്കേണ്ടത് അതുപോലെ റൗണ്ടിലാണെങ്കിൽ റൗണ്ടിൽ, അല്ലെങ്കിൽ സ്ക്വയറിലാണെങ്കിൽ സ്ക്വയറിൽ, എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കട്ട് ചെയ്ത് എടുക്കണം. ഇത്രയേ ഉള്ളൂ കണവയുടെ ക്ലീനിങ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരാം. താങ്ക്